ഇടതുപക്ഷം വേടനെ ഇതൊരു പ്ലാൻഡ് ആക്കി ഒരു നാടകം പോലെ ഇത് ചെയ്തു, അതിനൊരു എൻഡ് കൊടുത്തു. ഈ കഞ്ചാവ് അതിർത്തി കടന്ന് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് തടയാൻ കഴിയാതെ പോയ സ്റ്റേറ്റല്ലേ കുറ്റം. വേടന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് 6 ഗ്രാം കഞ്ചാവാണ്. വേടന്റെ ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു. അല്ല, കഞ്ചാവ് പിടിച്ചു. വേടനെ അത്തരത്തിലൊരു കേസിൽ കൊടുക്കുന്നു. വേടൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു. ഇവിടെ ഭരിക്കുന്ന സർക്കാർ തന്നെ വേടൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. വേടനെ കൂടെ ചേർത്തു. രോഹിത്തേട്ട, രാവിലെ വേടൻ റിപ്പോർട്ടർ ടിവിയിൽ കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നോ? കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? അത് കണ്ടിട്ട് എന്താ തോന്നിയത്? അല്ല, സ്വാഭാവികമായിട്ടും വേടനെ കുറിച്ച് സമൂഹത്തിൽ ഉയർന്നു വരുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായി വേടൻ അതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചിത്രയ്ക്ക് എന്താ തോന്നി? എനിക്ക് തോന്നി അദ്ദേഹം കുറെ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളും സോഷ്യൽ മീഡിയ അതിനകത്ത് റെസ്പോണ്ട് ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്, മാറാൻ തയ്യാറായിട്ടുണ്ട്, മാറാൻ ശ്രമിക്കുന്നുണ്ട്. നല്ലൊരു കാര്യമായിട്ട് എനിക്കതിനകത്ത് ആ വീഡിയോ മുഴുവൻ കാണുമ്പോൾ എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങളാണ് ആ പ്രേക്ഷകരുമായിട്ട് സംസാരിക്കണം എന്ന് തോന്നിയ വിഷയങ്ങൾ. ഒന്ന്, വേടൻ എന്തുകൊണ്ട് ഈ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് വേടൻ ജാതി സംസാരിക്കുന്നു എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഞാനത് ജാതി എന്ന് പറയുന്നത് കീഴ്ജാതി മേൽജാതി ആ ഒരു സംവിധാനത്തിലല്ല ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ആ വിഷയത്തിൽ വേടൻ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വേടൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ ആദ്യത്തെ വിഷയത്തിലേക്ക് വന്നാൽ വേടനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അരുൺ ഗവാർ ചോദിക്കുന്നുണ്ട്, അമ്മയെ പറ്റി ചോദിക്കുന്നു. നോക്കൂ, പിന്നാലെ നടന്ന് ഉണ്ണി എന്ന് വിളിച്ചുകൊണ്ട് നീ ആഹാരം കഴിച്ചു, ഇല്ലെങ്കിൽ വരൂ വാരിത്തരാം. അമ്മ ഉരുട്ടി കൊടുക്കുന്ന ഒരു ബാല്യം വേടൻ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വേടൻ പറയുന്നത്, അങ്ങനെ ഒരു ബാല്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കോടീശ്വരനായിരുന്നേനെ, സ്നേഹം കൊണ്ടുള്ള കോടീശ്വരനായിരുന്നേനെ എന്ന് വേടൻ പറയുന്നുണ്ട്. അതിൽ വേടൻ കൃത്യമായി പറഞ്ഞു, പക്ഷേ ഇപ്പോൾ എന്നോടൊപ്പം എന്നെ സ്നേഹിക്കാനും എന്നെ കാണാനും എന്നോട് സ്നേഹം പങ്കിടാനും ഒക്കെ ഒരുപാട് പേരുണ്ട്. ഞാൻ ഇപ്പോൾ ആ കാര്യത്തിൽ കോടീശ്വരൻ തന്നെയാണ് എന്നാണ്. നോക്കൂ, അത്തരമൊരു സമൂഹം നമുക്കിടയിൽ ഇല്ലേ എന്നുള്ളതാണ്. അതായത് ബാല്യത്തിൽ കിട്ടേണ്ടുന്ന സ്നേഹം കിട്ടാതെ പോയ ഒരു കൂട്ടം മക്കൾ. അത് എന്തുകൊണ്ടാണ്? അച്ഛനും അമ്മയ്ക്കും സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മകനെ സ്കൂളിൽ വിടാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ മകൻ്റെ കാര്യങ്ങൾ നോക്കാനോ മകൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാനോ ഒന്നും സമയമില്ല. കാരണം അന്നന്ന് പട്ടിണി മാറ്റാൻ അന്നത്തിന് വേണ്ടി ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ് താൻ. എൻ്റെ അച്ഛൻ ലോട്ടറി കച്ചവടക്കാരനാണെന്ന് പലരും എഴുതുന്നു. അച്ഛൻ ലോട്ടറി കച്ചവടക്കാരനല്ല. അച്ഛൻ വാർക്കപ്പണിക്ക് പോകുന്ന, ശരീരമനങ്ങി ജോലി ചെയ്യുന്ന ഒരു അധ്വാനിയായ മനുഷ്യനാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ വേടനുമായി ഞാൻ നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടിയ സമയത്ത് അച്ഛനെക്കുറിച്ച് എന്തോ ഒരു ചർച്ച വന്നപ്പോൾ പറഞ്ഞത് ഇന്നും അദ്ദേഹം ജോലിക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മകൻ നോക്കൂ, ഇന്ന് വേടൻ വാങ്ങുന്നത് ഒരുപക്ഷെ ഒരു ഷോയ്ക്കൊക്കെ ലക്ഷങ്ങളാണ് വേടൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പക്ഷേ ആ അച്ഛൻ്റെ മകൻ ജോലി, കാരണം അവർക്കൊക്കെ ജോലി ചെയ്തേ പറ്റും. അവരങ്ങനെ പഠിച്ചു വന്നവരാണ്. ഒരു ദിവസം ജോലി ചെയ്യാതിരുന്ന്, ഇപ്പം ജിമ്മിൽ സ്ഥിരമായിട്ട് പോകുന്ന ഒരു 2-3 ദിവസം ജിമ്മിൽ പോകാതിരുന്നുള്ള അവസ്ഥയില്ലേ, നമുക്ക് അങ്ങനെ പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും. അവരാണ് ശരീരം കൊണ്ട് പണിയെടുക്കുന്ന ഈ ആളുകൾക്ക്, അതായത് വാർക്കപ്പണിക്ക് പോവുക, കൂലിപ്പണിക്ക് പോവുക, അങ്ങനെയുള്ള ജോലികൾക്കൊക്കെ പോകുന്നവർക്ക് ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ ഭയങ്കര ക്ഷീണവും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നോക്കൂ, ആ ചെറുപ്പക്കാരൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം അനുഭവിച്ച അവഗണനകളും അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ടുകളും സമൂഹത്തിൽ ഒരു കൂട്ടം കുട്ടികൾ, ഇപ്പോൾ സാമ്പത്തികമായി ഉയർന്ന നിലയിൽ നിൽക്കുന്ന കുട്ടികളുടെ വീട്ടിൽ ഹൗസ് വൈഫ് എന്ന് പറയുന്ന സംവിധാനത്തിൽ അമ്മയുണ്ട്, ജോലിക്ക് പോകാൻ അച്ഛനുണ്ട്, പണം വരുന്നുണ്ട്, അമ്മ മകന് 3 നേരം ആഹാരം വാരി കൊടുക്കുന്നുണ്ട്, സ്കൂളിലേക്ക് പോകുമ്പോൾ ലഞ്ച് ബോക്സ് കൊട്ടി കൊടുക്കുന്നുണ്ട്, അവൻ്റെ ഹോംവർക്കുകൾ അവൻ ചെയ്തോ എന്ന് നോക്കുന്നുണ്ട്, അവൻ ദുശീലങ്ങളിലേക്ക് നടന്നു പോകുന്നുണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ട്, തടയുന്നതിന് തടയിടുന്നുണ്ട്. ഇങ്ങനെ പോകുന്നൊരു സമൂഹം ഇപ്പുറത്ത് നിൽക്കുമ്പോൾ താഴെ ഈ നമ്മൾ കോളനി എന്ന വാക്ക് കേരളത്തിൽ നിരോധിച്ചിരിക്കുകയാണ്. എങ്കിലും ഞാൻ പറയുന്നു, അത്തരം ഏരിയകളിൽ, അതായത് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഒരു മുറി വീട്ടിൽ ആ മുറിയിൽ തന്നെ ഉറങ്ങിക്കിടന്ന് രാവിലെ അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോയി, അവർ രാവിലെ ഒരു 6 മണിക്കൊക്കെ, ഇപ്പം തൃപ്പൂണിത്തറയിൽ നിന്ന് ആലുവയിലേക്ക് കാറിൽ സഞ്ചരിക്കുകയാണെങ്കിൽ, കടവന്ത്ര വഴി വരികയാണെന്നുണ്ടെങ്കിൽ തൃപ്പൂണിത്തറ ജംഗ്ഷനിൽ ഒരു കൂട്ടം ആളുകളെ രാവിലെ ഒരു 5 മണി 6 മണിയാകുമ്പോൾ കാണാൻ പറ്റും. അവിടുന്ന് വൈറ്റില ജംഗ്ഷനിൽ എത്തിയാലും ഇതേപോലെ ഒരു കൂട്ടം ആളുകളെ കാണാം. കടവന്ത്ര ജംഗ്ഷനിൽ കാണാം, കലൂര് കാണാം, സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കാണാം, ആലുവയിൽ കാണാം. കാരണം നമുക്ക് അന്യ സംസ്ഥാനത്ത് നിന്ന് ഇവിടേക്ക് കുടിയേറപ്പാക്കപ്പെട്ടിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നും ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും ഒക്കെയുള്ള ആളുകളും ഒപ്പം മലയാളികളായുള്ള ആളുകളും അവരിട്ട്. കാരണം 5 മണിക്കും 6 മണിക്കും ഒക്കെ അവിടെ വന്ന് നിന്നാൽ മാത്രമാണ് അന്നത്തേക്ക് ഒരു 1000 രൂപ, ഇന്നത്തെ കാലത്താണ് 1000 രൂപ, വേടൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കിട്ടുന്നത് 100 രൂപയോ 125 രൂപയായിരിക്കും ഒരു ദിവസം എല്ലാം മുറിയോ പണിയെടുത്താൽ അവർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത്. ആ ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. ഇവരുടെ വീട്ടിൽ മക്കളില്ലേ, ഇവർക്ക് എപ്പോഴാണ് മക്കളെ നേർവഴിക്ക് നയിക്കാൻ, മക്കളെ ഊട്ടി ഉറക്കാൻ സമയം കിട്ടുക? മാത്രമല്ല, ഇപ്പം രോഹിത്തേട്ടൻ പറഞ്ഞു വന്ന കാര്യം തന്നെ ഞാൻ പറയുന്നത്. കാരണം ഈ ചൈൽഡ്ഹുഡിൽ നമുക്ക് കിട്ടുന്ന ട്രോമാസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ നോക്കാത്തത് കൊണ്ടോ ഇതുകൊണ്ടാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അച്ഛൻ്റെ അമ്മയുടെ ഇടയിൽ നടക്കുന്ന വഴക്ക് നമ്മൾ വലുതായാലും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മളെ.
അല്ലെങ്കിൽ ഇപ്പം രവിത്തേട്ടൻ പറഞ്ഞില്ലേ ഭയങ്കര പണക്കാരായിട്ടുള്ള വീടുകളിൽ അവർ ജോലിക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും കുട്ടികളെ നോക്കാൻ നേരമില്ല, പക്ഷെ പകരം ഏതെങ്കിലും ഒരു മെയ്ഡിനെ വെച്ചിട്ടായിരിക്കും നോക്കുന്നത്. ഇത് അവരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം കുറെ നാളുകൾ കഴിയുമ്പോഴേക്കും അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. നോക്കൂ, ഞാനിപ്പോൾ വേടന്റെ കേസിൽ പറഞ്ഞാൽ വേടനെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും വേടനെ പിടിച്ചിരുന്നത്. വേടൻ പറഞ്ഞു വേടനെ കുറിച്ച് ചിന്തിക്കാനും വേടന്റെ കാര്യങ്ങൾ നോക്കാനും ഒന്നും ആരുമില്ലാത്തതുകൊണ്ട് 13-ാമത്തെയോ 14-ാമത്തെയോ വയസ്സിൽ ആ കൂട്ടുകെട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ടിലേക്ക് ഈ ലഹരി പദാർത്ഥങ്ങളുടെ കടന്നുവരവുണ്ടായി എന്ന് പറയുന്നു. ഇതേ സെയിം സാധനം ഇപ്പുറത്ത് ഈ പറയപ്പെടുന്ന ഹൈ ക്ലാസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ചിത്രം ഇപ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെട്ട ഒരു വിഭാഗം ആളുകൾക്ക്, ആ കുട്ടികളും ഈ ഒരു പ്രായത്തിൽ പല കുട്ടികളെയും MDMA രാസലഹരിയുമായിട്ടൊക്കെ പിടിക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നു. ഈ എന്താ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ വേപ്പ് യൂസ് ചെയ്തിട്ട്, അതായത് അവർക്ക് പുറത്ത് ചിലപ്പം വീടിന്റെ അകത്ത് നിന്നിട്ട് ചിലപ്പോൾ സിഗരറ്റ് വലിക്കാനായിട്ട് വലിച്ചു കഴിഞ്ഞാൽ മണം ഉണ്ടാവും, അല്ലെങ്കിൽ അവർ പിടിക്കപ്പെടും എന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ചിട്ട് ബാത്റൂമിന്റെ ഉള്ളിൽ വേപ്പ് വെച്ചിട്ട് പല കുട്ടികളെയും പിടിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഉണ്ടാവുന്ന സാഹചര്യം എന്താണ്? ഇപ്പം അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ അവരുടെ സുഖങ്ങൾ നോക്കി പോകുമ്പോൾ അവരൊരു വേലക്കാരിയെ വെക്കുന്നു, അല്ലെങ്കിൽ ഇവർ തമ്മിലുണ്ടാകുന്നു. ഇപ്പോൾ സിംഗിൾ പേരന്റിങ്ങിനെ വലിയ രീതിയിൽ പല ആളുകളും പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരാൾക്ക് മാത്രം ഈ വീട് നോക്കാനുള്ള അധ്വാനത്തിന്റെ പിന്നാലെ പോകുമ്പോൾ മക്കളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവർ ഡേ കെയറിൽ വിടുന്നു, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് കിട്ടുന്ന സമയത്ത് അവർക്ക് ആകെ കിട്ടുന്ന ആശ്വാസം ചില കൂട്ടുകെട്ടുകളും, ആ കൂട്ടുകെട്ടുകളിൽ കിട്ടുന്ന അവർക്കിടയിൽ ഉണ്ടാകുന്ന ചില ലഹരി ഉപയോഗങ്ങളും. കുറച്ച് കറങ്ങാനൊന്നും പോകാൻ ചിലപ്പോൾ ഈ വീട്ടുകാർ സമ്മതിച്ചൊന്നും വരില്ല. അപ്പോൾ കിട്ടുന്ന ഗ്യാപ്പിൽ അവർ വീട്ടിലിരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ലഹരികളെ പറ്റി ചിന്തിക്കും. അവിടെയാണ് ഇപ്പോൾ കഞ്ചാവ് ഉപയോഗിച്ചാലോ മദ്യം ഉപയോഗിച്ചാലോ സിഗരറ്റ് ഉപയോഗിച്ചാലോ ഒക്കെ എന്ത് സംഭവിക്കും? പിടിക്കപ്പെടും എന്നുള്ളതാണ്. രാസലഹരി ആകുമ്പോൾ ഇത് ഒള്ളിമറയാക്കി ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടാണ് ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ മകനെ രാസലഹരിയുമായി പിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ മകനെ ഇതിനകത്ത് പിടിച്ചപ്പെട്ടിട്ടുണ്ട്, ശിക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത് ഈ സാധനം ഇവന് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല, കാരണം ഇതിന് സ്മെല്ലില്ല. മദ്യമോ സിഗരറ്റോ കഞ്ചാവോ ആണെങ്കിൽ കൃത്യമായി എനിക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഇത് രാസലഹരി ആയതുകൊണ്ട് ഇതിൻ്റെ മണം എന്താണെന്ന് എനിക്കറിയില്ല, അതിൻ്റെ മണമില്ല, ഇവൻ്റെ പെരുമാറ്റങ്ങളിൽ നമുക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുമില്ല എന്നാണ് അദ്ദേഹം നമ്മളോട് ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്നത്. ഇതേ അവസ്ഥ, ഇത് രണ്ടവസ്ഥയാണ്. നോക്കൂ, ഇന്നും ഈ വേടന്റെ കുടുംബം അന്ന് കഴിഞ്ഞിരുന്നത് പോലെ കഴിയുന്ന കുടുംബങ്ങൾ ഈ നാട്ടിലില്ലേ? ഒരുപക്ഷെ വേടനെ ഇത്തരത്തിലുള്ള ദുശീലങ്ങളിലേക്ക് മാറ്റിയതോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഓരോ കാര്യങ്ങളിലേക്ക്, ഈ ദുശീലങ്ങളിൽ പെട്ട് വരുന്ന കുറെ കാര്യങ്ങളിലേക്കൊക്കെ മാറ്റിയത് വേടന്റെ ഒരു ചൈൽഡ്ഹുഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആളുടെ ഇപ്പൊ ജാതി പറയുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയുള്ള പാട്ടുകളും അങ്ങനെയുള്ള എഴുത്തുകളും വരുന്നത് ഈ ചൈൽഡ്ഹുഡിൽ കിട്ടിയിട്ടില്ല കുറെ ട്രോമാസിന്റെ ബേസിലാണ്. ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളാണ്, അവഗണനകളാണ് ഇത്. ഇനി ഞാൻ ഉദാഹരണം പറയും. ഇപ്പൊ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ മാരാർ എന്ന് പറയുന്ന കൂട്ടുചേർക്കൽ ജാതിവാലാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. കഴിഞ്ഞ ദിവസവും നമ്മുടെ ചാനലിൽ അദ്ദേഹം ഇന്റർവ്യൂവിന് വന്നപ്പോൾ പറഞ്ഞൊരു കഥയുണ്ട്. ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ കൂലിപ്പണിക്ക് പോയിട്ട് അമ്മ ജോലിക്കൊക്കെ പോയിട്ടാണ് അദ്ദേഹത്തെ ചെയ്യുന്നത്. അദ്ദേഹത്തിന് സ്വന്തമായി പിന്നെ ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു കാറ് കണ്ടിട്ട് ആ കാറ് ജസ്റ്റ് ഒന്ന് ഗ്ലാസ്സിലൂടെ നോക്കിയതിൻ്റെ പേരിൽ അദ്ദേഹം പോക്കറ്റിൽ കിടന്ന പറങ്കേണ്ടി അദ്ദേഹം ആ കാറിൽ നിന്ന് മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞ് കരണക്കുറ്റിക്ക് അടി കിട്ടിയ ഒരു കഥ അദ്ദേഹം പറയുന്നുണ്ട്. അത് ആ അന്നുണ്ടായ വാശിയാണ് എനിക്കിപ്പോൾ ഒരു ഫെയിം കിട്ടിയപ്പോൾ, എന്നിലേക്ക് പണം വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ കൃത്യമായ ആഡംബര കാറുകൾ വാങ്ങാനോ ആഡംബരമായി ജീവിക്കാനോ എന്നെ പ്രേരിപ്പിക്കുന്നതെന്ന് അഖിൽ മാരാർ നമുക്ക് ഇതേ ഫ്ലോറിൽ വന്നിരുന്നിട്ടാണ് പറയുന്നത്. നോക്കൂ, അപ്പോൾ ചെറുപ്പകാലത്ത് നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾ, സങ്കടങ്ങൾ ഒക്കെയാണ് വലുതാകുമ്പോൾ അത് വാശിയായും നമ്മുടെ പ്രവൃത്തിയിലൂടെയും ഒക്കെ വരുന്നത് എന്നുള്ളതാണ്. വേടൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ രണ്ടാമത്തെ കഥയിലേക്ക് പോയാൽ, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ വേടൻ പറയുന്നു, ഞാൻ എൻ്റെ 15-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 14-ാമത്തെ വയസ്സിലാണ് ഈ ലഹരി എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അച്ഛൻ ഒരു ദിവസം പെട്ടെന്ന് സിഗരറ്റ് വലി നിർത്തിയ ആളാണ്, അല്ലെങ്കിൽ ബീഡി വലി നിർത്തിയ ആളാണ്, പുക വലി നിർത്തിയ ആളാണ്. പക്ഷേ എൻ്റെ മെൻ്റൽ ഹെൽത്ത് അത്രയ്ക്ക് ഓക്കെ ആയതുകൊണ്ട് എനിക്ക് നിർത്താൻ പറ്റില്ല. അതൊന്നും തുറന്നു പറയണം, അദ്ദേഹത്തിന് വേണമെങ്കിൽ പറഞ്ഞുകൂടെ, ഞാൻ ആ പ്രശ്നങ്ങളോട് ഇതെല്ലാം നിർത്തി എന്ന് പറയാം. പക്ഷേ അദ്ദേഹം പറഞ്ഞു എനിക്ക് നിർത്താൻ പറ്റിയിട്ടില്ല, ഞാനത് നിർത്താനുള്ള ശ്രമത്തിലാണ്. രാസലഹരി അരുൺകുമാർ അപ്പോൾ ചോദിക്കുന്നു, രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലേ? അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയില്ല. അദ്ദേഹം പറഞ്ഞല്ല, ഞാൻ ഷോകളുടെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, അവിടെ രാസലഹരി ലീഗലൈസ്ഡ് ആണ്, അവിടെ ഞാൻ രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചത് കൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത്, മക്കളെ ഇത് ഉപയോഗിക്കരുതേ, കാരണം അതെൻ്റെ എഫക്റ്റ് എന്താണെന്ന് കൃത്യമായി എനിക്കറിയാവുന്നതുകൊണ്ടാണെന്ന് വേടൻ കൃത്യമായി പറയുന്നു. ഞാൻ ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ അവന് ലീഗലി പ്രശ്നമായിരിക്കുന്ന ഈ ലഹരി അദ്ദേഹം ഉപേക്ഷിച്ചു, മറ്റുള്ള ലഹരിയിൽ നിന്ന് അദ്ദേഹത്തിന് മുക്തനാകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കഥ, ഈ അടുത്ത സമയത്ത് എന്നെ കാണാൻ ഒരു അച്ഛനും മകനും കൂടി വന്നു. 15 വയസ്സാണ് മകന് പ്രായം, അച്ഛനും മകനും മദ്യച്ചിട്ടാണ്. അങ്ങനെയുള്ള സൊസൈറ്റി നമുക്കിടയിലുണ്ട്. പക്ഷെ എനിക്ക് അവനോട് പറയാൻ പറ്റുന്നില്ല, വോയിസ് ഇല്ല, കാരണം അവൻ വോയിസില്ല, അവൻ കഞ്ചാവ് കേസിലെ പ്രതിയാണ്. പക്ഷെ ഇത് ഉപയോഗിക്കാത്ത ഒരാൾക്ക്
എന്ത് ചെയ്യാം, ഇത് പറയാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു വേടനും പറയാം, കാരണം വേടൻ അതിനകത്തുനിന്ന് മാറാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. മോനെ ഇത് യൂസ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ വേടൻ ഇപ്പോഴും അതെനിക്ക് വോയിസ് ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ തിരിച്ചു ചോദിക്കും, താങ്കൾ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് തിരിച്ചു ചോദ്യം അവനെ ഭയപ്പെടുത്തുന്നു. എനിക്ക് മനസ്സിലായല്ലോ എന്ന് ആ ഭയമാണ് നല്ലത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ആ ഭയമാണ്. ചിത്ര, ഞാനിപ്പോൾ പറയുകയാണ്, നമ്മൾ പല കാര്യങ്ങളിൽ ഇതുപോലെ വീഡിയോകളൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളിൽ നമ്മൾ ഓപ്പൺ എയറിൽ പോയി ഒരു സിഗരറ്റ് കത്തിച്ച് വലിക്കുമ്പോൾ കാണുന്നവർ ചേട്ടൻ മറ്റേ വീഡിയോ ചെയ്യുന്ന ആളല്ലേ എന്ന് ചോദിക്കും എന്നൊരു ഭയം മനസ്സിലുള്ളിടത്തോളം കാലം നമുക്കത് ചെയ്യാൻ മടി വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ബാറിൽ പോയി മദ്യപിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മളെ അറിയുന്ന 4 പേരുണ്ടാകും എന്ന ചിന്ത ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നോക്കൂ, മുകേഷ് എം നായർ എന്ന് പറയുന്ന വ്ളോഗർ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്, അദ്ദേഹം ജാക്ക് ഡാനിയലിന്റെ എന്തോ ബ്രാൻഡ് അംബാസഡർ ആയിട്ടാണ് അദ്ദേഹം സ്വയം അവരോധിക്കപ്പെട്ട് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അദ്ദേഹം ചോദിക്കുന്നത് സർക്കാർ വിൽക്കുന്ന സാധനമായതുകൊണ്ടാണ് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നത് അത് അദ്ദേഹത്തിന്റെ നിലപാടാണ്. പക്ഷെ അത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇവർ. അത് സൊസൈറ്റിയെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. പക്ഷെ അയാളെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അയാളെ കാണുന്ന, ഫോളോ ചെയ്യുന്നെന്ന് ഞാൻ പറയില്ല, അയാളെ ദിവസം വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അയാൾ അങ്ങനെയുള്ള ഒരാളാണ്. അയാളെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സ്വാഭാവികം. ഞാൻ ഇത് തന്നെയാണ് എനിക്ക് വേടന്റെ വിഷയത്തിൽ, വേടനെ കേൾക്കാൻ വരുന്ന 98% അല്ലെങ്കിൽ 99% ആളുകൾക്കും ഈ ജാതീയമായ വേർതിരിവില്ലാത്തവരാണ്. പിന്നെ വേടൻ പാടുന്നത് വേടന്റെ അനുഭവങ്ങളിൽ നിന്നാണ്. ആ അനുഭവങ്ങളാണ് വേടന് ജീവിതത്തിൽ കിട്ടിയ, ഇപ്പോൾ വേടനെ പോലെ തന്നെ പാടാൻ അറിയാവുന്ന എത്രയോ ആളുകളുണ്ട്. ഈ പറയപ്പെടുന്ന ജാതി വ്യവസ്ഥയിൽ താഴ്ന്ന ജാതി എന്ന് പറയുന്ന അവസ്ഥയിലാകട്ടെ, അല്ലെങ്കിൽ സാമ്പത്തികമായി താഴ്ന്ന അവസ്ഥയിലാകട്ടെ, എത്രയോ പേർക്ക് ഇതിനേക്കാൾ നന്നായി പാട്ടുപാടാൻ അറിയാം. പക്ഷെ വേടൻ അത്രയും പവർഫുള്ളായി തനിക്ക് കിട്ടിയ ഒരു കഴിവിനെ, അദ്ദേഹത്തിന് എഴുതാനുള്ള കഴിവിനെയും പാടാനുള്ള കഴിവിനെയും അത്രയും പവർഫുള്ളായിട്ട് അവതരിപ്പിച്ചതുകൊണ്ടാണ്. ഞാൻ ഇന്ന് വേടൻ്റെ റീല് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് കയറി വന്നൊരു റീല്, തമിഴ്നാട്ടിലെ ഒരു പ്രശസ്തമായ യൂട്യൂബ് ചാനലിൽ ഒരു റീല് കയറി വന്നു. മില്യൺസ് ഓഫ് ആളുകളാണ് വേടനെ പറ്റിയിട്ടുള്ള ആ വീഡിയോ കണ്ടിരിക്കുന്നത്. നോക്കൂ, അത് വേടൻ്റെ റേഞ്ച് കേരളം മാത്രമൊന്നും അല്ലെന്നേ, അത് തമിഴ്നാടും കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേടനെ ഇഷ്ടപ്പെടാതെ ഇത് പറയുന്നു എന്ന് പറയുന്നവർ പോലും ചിന്തിക്കുന്നത് വേടന്റെ പേരിൽ എടുക്കാൻ പറ്റുന്ന റീച്ചാണ്, മാധ്യമ ശ്രദ്ധ നേടുക എന്നതാണ് പലരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പൊ ബാക്കി റാപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അവരും ഇതുപോലുള്ള വിഷയങ്ങൾ പാടാറുണ്ട്, അവരും അവതരിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും വേടനെ മാത്രം ഇത്ര സപ്പോർട്ട് കിട്ടുന്നതെന്ന് ആണ് രഘുത്തേട്ടന് തോന്നുന്നത്? അത് വേടന്റെ മാസ്മരികമായ സംഗീതവും അല്ലെങ്കിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന രീതിയും അദ്ദേഹത്തിന് ആളുകളിലേക്ക് കടന്നു കയറാൻ പറ്റിയ ഒരു ഭാഗ്യവുമാണെന്ന് ഞാൻ പറയും. അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ ഭാഗ്യവും ഒത്തുചേർന്നപ്പോഴാണ്. സെന്റിമെന്റ്സ് ഇല്ലേ, അല്ലെങ്കിൽ അതിനകത്ത് വേടന്റെ അമ്മേനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് സെന്റിമെന്റ്. ഞാൻ ചോദിക്കട്ടെ, ഈ വേടൻ ഈ നാട്ടില് ഈ പരിപാടിയുമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ, ഇതുവരെ എന്താ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ആകുന്നത്? അപ്പൊ ഇതല്ല, ഇത് അദ്ദേഹത്തിന് നല്ല സമയം. ഞാൻ ചോദിക്കുക, കലാഭവൻ മണി എന്ന് പറയുന്ന മനുഷ്യന്റെ ജന്മസിദ്ധമായി കിട്ടിയ കഴിവാണ് അദ്ദേഹത്തിന് പാട്ട് എഴുതാനും പാട്ട് പാടാനും, പിന്നെ അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങൾ ചേർത്ത് അദ്ദേഹം പാട്ട് പാടിയപ്പോൾ അദ്ദേഹം ഒരു വേഷത്തിന് വേണ്ടി കലാഭവനിൽ ഒരു മിമിക്രി ട്രൂപ്പിൽ കയറാൻ വേണ്ടി എടുത്ത യാതനകളെ പറ്റി അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ല സമയം തെളിഞ്ഞപ്പോൾ അദ്ദേഹം ആളുകൾക്ക് മുന്നിലേക്ക് വന്നു എന്നുള്ളതാണ്. ഞാനൊരു സിമ്പിളായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഇവരുടെ ഒന്നും കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരാളൊന്നും അല്ല, എന്നാൽ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ അലിൻ ജോസ് പെരേരയുടെയും സന്തോഷ് വർക്കിയുടെയും കൂടെ നടക്കുന്ന അഭിലാഷ് അട്ടായം എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ തെറി വാങ്ങി കൂട്ടുന്ന ഒരു കക്ഷിയാണ് ഇവരൊക്കെ കൂടെ നടന്നത്. അദ്ദേഹം ഇപ്പം കാണിച്ചു കൊടുത്ത കോപ്രായങ്ങളോട് യാതൊരു വിധമായ യോജിപ്പ് എനിക്കില്ല. ഒരു ദിവസം അഭിലാഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഈ സ്റ്റുഡിയോയിലൊക്കെ വരും, വന്ന് ഒരു ദിവസം രോഹിതേട്ടാ എൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കുമോ ചേട്ടാ, ഇങ്ങനെ ചോദിക്കണം. ഞാൻ 2-3 വട്ടം അദ്ദേഹം വിളിച്ചപ്പോൾ അഭിലാഷ് വാ നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അഭിലാഷുമായിട്ടൊരു ഇന്റർവ്യൂ ചെയ്തു. ഞാൻ അഭിലാഷിനോട് ചോദിച്ചു, അഭിലാഷേ എന്തിനാണ് അഭിലാഷേ ഈ കോപ്ര? അപ്പോൾ അഭിലാഷ് ഇങ്ങനെ കഥ പറയാണ്, പല നടന്മാർക്കൊപ്പം വേദി പങ്കിട്ട കഥകൾ മിമിക്രി ചെയ്തത്. അപ്പോൾ എനിക്ക് അപ്പോഴാണ് അഭിലാഷിന് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് അറിയാവുന്നത്. മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു, പല ആർട്ടിസ്റ്റുകളുമായി വേദി പങ്കിട്ടു, നന്നായിട്ട് അനുകരിക്കും. മണിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം വിനയൻ സാറ് ചാലക്കുടിക്കാരൻ ചങ്ങാതി എടുത്തപ്പോൾ മണിച്ചേട്ടൻ്റെ വേഷം ചെയ്യാൻ സെന്തിലിനൊപ്പം തന്നെ പരിഗണിച്ച ആളായിരുന്നു അഭിലാഷ് അട്ടായം. ആ സിനിമ നടന്നിരുന്നെങ്കിൽ അഭിലാഷിന്റെ റേഞ്ച് മാറിപ്പോയെന്നായിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഭിലാഷിന്റെ കണ്ണിലൊരു കണ്ണീര് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അഭിലാഷിനോട് ചോദിച്ചു, അഭിലാഷേ എന്തിനാ അഭിലാഷേ ഇപ്പോൾ ഈ ഇവരുടെ കൂടെയൊക്കെ നടന്നിട്ട്? അവനോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ ഇവരുടെ കൂടെയൊക്കെ നടക്കുന്നുണ്ടല്ലേ രോഹിതേട്ടാ, ഞാനൊരു ഇന്റർവ്യൂവിന് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ രോഹിതേട്ടനോട് വന്നോളാൻ പറഞ്ഞേ. അല്ലാതെ ഈ പഴയ മിമിക്രിക്കാരനായ അഭിലാഷ് ഏട്ടാ ചേട്ടൻ വിളിക്കൂ, വിനയൻ സാർ പരിഗണിച്ച ഒരാളെ ചേട്ടൻ വിളിക്കൂ? സത്യസന്ധമായ ചോദ്യമാണ്. നമുക്ക് അയാളുടെ സമയം ശരിയല്ലാത്തതുകൊണ്ട് അയാൾക്ക് വേറെ വഴിയിലൂടെ ചിന്തിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്ന ഒരു പോയിന്റ്. മനസ്സിലായും? ഇപ്പോൾ വേടൻ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഈ പാട്ടുകളുമായി ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തെ കൃത്യമായി അദ്ദേഹത്തിന് മാർക്കറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ള, അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവർ അദ്ദേഹത്തെ മാർക്കറ്റ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ജാതി വെച്ചിട്ട് മാർക്കറ്റ് ചെയ്തു എന്നുള്ളൊരു
തോന്നലുണ്ടോ? സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യും, ചില നെഗറ്റീവുകൾ ചിലരുടെ ഭാഗ്യമായി മാറും. അഖിൽമാരാർക്ക് കിട്ടിയ നെഗറ്റീവുകളാണ് അഖിൽമാരാരെ ബിഗ് ബോസിന്റെ താരമാക്കി മാറ്റിയത്. അങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്, അത് ആളെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് വെച്ചിട്ട് ആ നെഗറ്റീവ് അല്ല ഞാൻ പറഞ്ഞത്. അഖിൽമാരാര് ബിഗ് ബോസിലേക്ക് കയറി ചെന്നപ്പോ ഇവ മുടിയൊക്കെ കളർ ചെയ്തിട്ട് ചെല്ലുമ്പോൾ അവന് ഭയങ്കര ശത്രുക്കളായിരുന്നു ഇവിടെ. ആദ്യത്തെ ഒരാഴ്ച ഇവനെ കമന്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം അന്ന് ഞാൻ അഖിൽമാരാര് മായി ഒരു സൗഹൃദം ഉള്ളത് കൊണ്ട് മാരാര് ബിഗ് ബോസിലേക്ക് എൻട്രി പോകും. അതിന് മുമ്പ് ഒരുപാട് ഇന്റർവ്യൂകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. അദ്ദേഹം അങ്ങോട്ട് പോകുമ്പോൾ പോലും നമ്മളിത് വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ആദ്യത്തെ ഒരു 3-4 ദിവസം ഇവൻ നശിച്ച്, ഇവനില്ല, ഇവന് നിൽക്കാൻ പറ്റില്ല, 10ാമത്തെ ദിവസവും പുറത്താവും എന്ന് വിചാരിച്ചെടുത്തുനിന്ന് ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുവാ, ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ വേറെ ഒരു കൂട്ടം ആളുകൾ ചേർത്ത് പിടിക്കാൻ, അതിന്റെ എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും. ഉടനെ ഇത് ട്രെൻഡിങ്, ഇവിടെ കൗണ്ടർ അടിച്ചാൽ അവിടെ കൗണ്ടർ അടിക്കും. ഇപ്പൊ സുരേഷ് ഗോപിക്ക് കിട്ടിയ റീച്ച് എങ്ങനെയാ? സുരേഷ് ഗോപി ഇഷ്ടപ്പെട്ട നടനാണ്. സുരേഷ് ഗോപി ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പുറത്ത് ചേർത്ത് പിടിക്കാൻ ഒരു കൂട്ടം ആളുകൾ. ഇതിന്റെ ഇടയിൽ ന്യൂട്രൽ പോകുന്ന ആളുകൾ ചിന്തിക്കും ആരാണ് നല്ലത്, അവരാർക്കൊപ്പം നിൽക്കുന്നു, അവരാണ് ജീവിതത്തിൽ വിജയിച്ചത്. ഈ ന്യൂട്രൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്ത ആളാണ് ആര്? ഈ അഖിൽമാരായാലും വേടനായാലും ഈ വക ടീമുകളായാലും ഒക്കെ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ചില ആളുകൾ ഈ ഇപ്പം ഞാൻ കുമ്മനം രാജശേഖരന്റെ കുമ്മനടി വിവാദം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ കണ്ണൂരുള്ള ഒരാൾ എന്നോട് പറഞ്ഞതാണ്, ഞാൻ കുമ്മനത്തോട് നേരിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം നിഷേധിച്ചെങ്കിൽ പോലും എന്നോട് പറഞ്ഞാണ്, ആ വിഷയം നടന്നതിന് ശേഷം ഈ കുമ്മനടി എന്നൊരു വാക്ക് വന്നതിന് ശേഷം കുമ്മോജി എന്ന് പറയുന്ന ഒരു 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 സ്മൈലി ഉണ്ടല്ലോ, ഇതുപോലും ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ പിയർ ടീമായിരുന്നു എന്ന് പറയപ്പെടുന്നു. എനിക്കറിയില്ല, ഉറപ്പൊന്നുമില്ല. ഞാൻ ഒരിക്കൽ ചേട്ടനെ എനിക്ക് ഇന്റർവ്യൂവിന് കിട്ടിയപ്പോൾ ഞാനിത് ചോദിച്ചിരുന്നു. പക്ഷെ കുമ്മനടിയെ കുറിച്ച് അദ്ദേഹം വൈകാരികമായി എന്നോട് സംസാരിച്ചു. വേറെ ഒന്നുമല്ല, നരേന്ദ്രമോദി വിളിച്ചിട്ടാണ് ഞാൻ പോയത്, കേരള സർക്കാർ എനിക്ക് വണ്ടി വിട്ടതെന്നാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിനെ കൗണ്ടർ ചെയ്തെങ്കിൽ പോലും അതിനെ ഒരു രാഷ്ട്രീയ നേതാവ് കൃത്യമായി ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് BJP സംസ്ഥാനം, അതിനു മുമ്പിട്ട് ശ്രീധരൻപിള്ള സംസ്ഥാന അധ്യക്ഷനായി, ആരും ശ്രദ്ധിച്ചില്ല. അദ്ദേഹം ഇപ്പൊ ഗോവാ ഗോവയിലുണ്ട്. പക്ഷെ എവിടെയാ സംഭവിച്ച ഈ കെ സുധാകരൻ വന്ന് സുരേന്ദ്രൻ വന്ന് മറ്റേ ശബരിമലയിൽ ഹാൻസ് വെച്ചു എന്ന് പറഞ്ഞൊരു വിവാദം വന്നതോടുകൂടി സുരേന്ദ്രനെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇനി സെയിം സാധനമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോഴത്തെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെ ആദ്യമേ ചെന്ന് കപ്പൽ ഉദ്ഘാടനത്തിന്, ഷിപ്പ്യാർഡ് ഉദ്ഘാടനത്തിന് ആദ്യമേ ചെന്നിരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടല്ലോ. ഇങ്ങനെ ഒരാൾ BJP അധ്യക്ഷനായിരിക്കുന്നു എന്ന് ഇവിടുത്തെ സാധാരണക്കാർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർക്കൊന്നും കേരളത്തിന്റെ ധനകാര്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ പോലും അറിയത്തില്ല. പക്ഷെ ഒരുപക്ഷെ ഈ ട്രോളുകൾ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർക്കൊക്കെ കുമ്മനം രാജശേഖരനെ അറിയാം. കാരണം ഈ കുമ്മനടി വിവാദത്തില് ഹാൻസ് സുര അല്ലെങ്കിൽ ഉള്ളി സുര എന്ന് പറഞ്ഞ കെ സുരേന്ദ്രനെ അറിയാൻ പറ്റും. BJP സംസ്ഥാന അധ്യക്ഷനാണത്. ഇപ്പൊ ഈ കപ്പൽ വിവാദത്തിൽ വന്നതോടുകൂടി അദ്ദേഹത്തെയും കുറച്ച് പേര് അറിയാൻ തുടങ്ങി. ഇവർക്കൊക്കെ വലിയ ഹിസ്റ്ററികളുണ്ട്, ചരിത്രം. ഞാൻ ഇവരാരും വ്യക്തിപരമായിട്ട് കളിയാക്കുമല്ല. ഇപ്പൊ ചില നെഗറ്റീവ് സാധനങ്ങൾ ചിലർക്ക് ഉപകാരമാകാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ വേടനെ എതിർത്ത ഒരു കൂട്ടം ആളുകൾ, അവർക്ക് വേടൻ പറയുന്ന ജാതി രാഷ്ട്രീയത്തിനോട് എതിർപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശശികല ടീച്ചറിന്റെ കാര്യം തന്നെ എടുക്കൂ. ശശികല ടീച്ചർ ഇപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട്, അല്ലെങ്കിൽ വേടൻ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടോ വേടൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ടോ ഒന്നും എതിർത്തല്ല, അല്ലെങ്കിൽ വേടൻ ഒരു ഇസ്ലാം ആയതുകൊണ്ട് എതിർത്തല്ല, വേടൻ ഒരു ക്രൈസ്തവനായതുകൊണ്ട് എതിർത്തയൊന്നുമല്ല. വേടൻ ജാതി പറയുന്നു, ഇവിടെ ജാതി ഇല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ജാതി ഇല്ല എന്ന് പറയാൻ പറ്റുകയില്ല, ജാതി നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ വേടൻ നല്ലൊരു കലാകാരനാണ്, നല്ലൊരു റാപ്പറാണ്, ഇതൊക്കെയാണ് പക്ഷെ സമ്മതിച്ചു. പക്ഷെ ഇതിന്റെ ഇടയിൽ ആളെ കഞ്ചാവുമായിട്ട് പിടികൂടിയപ്പോ ആ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആളുകൾ. അതായത് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആള് സമ്മതിച്ചിട്ടും ഉണ്ടായിരുന്നു, ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആള് സമ്മതിച്ചിട്ടും ഉണ്ടായിരുന്നു. ആ സമയത്ത് സപ്പോർട്ട് ചെയ്ത ആൾക്കാരില്ലേ, അവരെന്തിന്റെ ബേസിലാണ് സപ്പോർട്ട് ചെയ്തത്? വേടൻ ഒരു കലാകാരനായതിന്റെ പേരിലാണോ? അല്ലെങ്കിൽ എനിക്കിപ്പോ രോഹിത്തേട്ടന് ഇഷ്ടമാണ്, അപ്പൊ രോഹിത്തേട്ടൻ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരത്തിനും ഞാൻ കൂട്ടു നിൽക്കണം എന്നാണോ വേടൻ? അത് കഴിഞ്ഞ് അതിനുശേഷം ഓക്കെ ഞാനിത് തിരുത്തുവാണെന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ. ഞാൻ പറയുന്നത് ആ പിടികൂടിയപ്പോ, കഞ്ചാവായിട്ട് പിടികൂടിയപ്പോ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ്. വേടന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് 6 ഗ്രാം കഞ്ചാവാണ്. വേടന്റെ ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ചോ? അല്ല, കഞ്ചാവ് പിടിച്ചു പറയട്ടെ. കഞ്ചാവ് നാട്ടിൽ അങ്ങനെയാണെങ്കിൽ നാട്ടിലെ നിയമം മാറ്റി എഴുതണം. നമുക്കിതിപ്പോ പറ്റില്ല. ഞാൻ പറയാണ്, നമ്മുടെ നാട്ടിൽ ഞാൻ ആളുകളുടെ ഒരു മെന്റാലിറ്റി ഞാൻ പറയുന്നു. ഇപ്പൊ വേടൻ കഞ്ചാവുമായി പിടിച്ചപ്പോ ഞാനും അതിനൊക്കെ വേടനൊപ്പമായിരുന്നു. ഞാൻ വേടനെ മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. വീഡിയോ അതിന്റെ കാരണം ഞാൻ പറയുന്നത്, 6 ഗ്രാം കഞ്ചാവ് കൊണ്ട് പിടിക്കപ്പെട്ട ഒരാൾ നാട്ടില് സ്റ്റേഷനിൽ ജാമ്യത്തിൽ വിടാൻ പറ്റുന്ന നിയമമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറയാം, കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിലും കഞ്ചാവ് യൂസ് ചെയ്യുന്നത് നമ്മളൊരു ശരി സമ്മതിച്ചു, ഓക്കെ സമ്മതിച്ചു. എങ്ങനെയാ കഞ്ചാവ് വേടന് കിട്ടി?
അതിപ്പോ നമ്മൾ അന്വേഷിക്കണം. ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെ ചോദ്യം അതല്ല. നമ്മളിപ്പോ റൂട്ട് മാപ്പ് ഒക്കെ എടുത്തിട്ട് പോവാണെങ്കിൽ കൊറോണ വന്ന സമയത്ത് നമ്മളിങ്ങനെ റൂട്ട് മാപ്പ് ഒക്കെ എടുത്തിട്ട് ഞാൻ പറയുന്നതല്ല ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് വേടനെ സപ്പോർട്ട് ചെയ്യാം. 6 ഗ്രാം ആയിക്കോട്ടെ, 1 ഗ്രാം ആയിക്കോട്ടെ, 2 ഗ്രാം ആയിക്കോട്ടെ, സപ്പോർട്ട് ചെയ്ത ആൾക്കാർ. ഞാൻ ചോദിക്കുന്ന ആ മാനസികാവസ്ഥയെ പറ്റി ഞാൻ പറഞ്ഞു തരാന്നാണ് പറയുന്നത്. വേടൻ എന്ന് പറയുന്ന മനുഷ്യനോ ഒരു MLA-യുടെ മകനോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഞാനോ ചിത്രയോ വേറെ ആരോ ആയിക്കൊള്ളട്ടെ കഞ്ചാവ് ഉപയോഗിച്ച് പിടിക്കപ്പെട്ടാൽ അത് 100% തെറ്റാണ്. ആ തെറ്റ് വേടൻ പിന്നീട് തിരുത്തി അദ്ദേഹത്തിന്റെ സപ്പോർട്ടുമായി വന്നു എന്നിരിക്കട്ടെ. 6 ഗ്രാം കഞ്ചാവുമായി വേടൻ പിടിക്കുന്നു. ഞാൻ പറയട്ടെ, വേടന്റെ ഫ്ലാറ്റിൽ എക്സൈസ് സംഘം എത്തുന്നതിന് തൊട്ട് മുമ്പ് വേടന്റെ ഫ്ലാറ്റിന് താഴെ മാധ്യമങ്ങൾ എത്തി. എങ്ങനെ എത്തി? അപ്പൊ പറയുന്നത് ഇത് നേരത്തെ ഒറ്റ കൊടുത്തതാണ് അല്ലെങ്കിൽ പ്ലാൻഡ് ആണെന്ന്. അല്ല, പക്ഷെ വേടനെ പിടിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ വേടന് പറയാലോ ഡിഫൻഡ് ചെയ്ത് പ്ലാൻഡ് ആണ്, യൂസ് ചെയ്തിട്ടില്ല. അല്ല, യൂസ് ചെയ്തില്ല, അദ്ദേഹം ഉപയോഗിച്ചു, അദ്ദേഹം തെറ്റ് ചെയ്തു. അപ്പൊ പിന്നെ പ്ലാൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ പക്ഷെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് പ്ലാൻഡ് ആയിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. പ്ലാൻഡ് ആണെന്ന് അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിടേണ്ട ഒരു കേസ്, അവിടെ സ്റ്റേഷൻ ജാമ്യം കൊടുക്കാതെ വനം വകുപ്പ് പുലിപ്പല്ല് വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് റിമാൻഡ് ചെയ്തു. കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. ഈ പുലിപ്പല്ല് കേസ് കോടതിയിൽ നിൽക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പുലിയുടെ കൊല്ലാണ് എന്ന് തെളിയിക്കണം, ഈ പുലിയെ വേട്ടയാടിയത് ആരാണെന്ന് തെളിയിക്കണം, എവിടെ വെച്ചാണെന്ന് തെളിയിക്കണം, പുലിയുടെ ബാക്കി ഭൗതിക അവശിഷ്ടങ്ങൾ കണ്ടെത്തണം. എന്നാൽ മാത്രമേ ഈ കേസ് വയ്ക്കത്തുള്ളൂ. ഇപ്പോ വേടനെ അത്തരത്തിലൊരു കേസിൽ കൊടുക്കുന്നു, വേടൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു, ഇവിടെ ഭരിക്കുന്ന സർക്കാർ തന്നെ വേടൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, വേടനെ കൂടെ ചേർത്ത് നിർത്തുന്നു. അതോടുകൂടി ലാഭം കിട്ടുന്ന ആർക്കാ? ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനാണ്. കാരണം ആ ഒരു തലമുറ യൂസ് ചെയ്യണം. ആ ഒരു തലമുറ മുഴുവൻ ഞങ്ങളുടെ പിണറായി വിജയൻ താണ്ട് വേടനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു യൂസ്. അല്ലെങ്കിൽ പിന്നെ PWD മിനിസ്റ്റർക്ക് വേടൻ പാടുന്ന, അല്ലെങ്കിൽ ടൂറിസം മിനിസ്റ്റർക്ക് വേടൻ പാടുന്ന വേദിയിൽ കയറി ഫുൾ ടൈം നിൽക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തെ ഉപയോഗിച്ച് അവർക്ക് ഇമേജ് വർദ്ധിപ്പിക്കാൻ വേടൻ ഞങ്ങൾക്ക് എവിടെയോ ബോർഡ് വെച്ചു, സഖാവ് വേടനും സ്വാഗതം. വേടൻ സഖാവാണോ ഞങ്ങൾക്കറിയില്ല, വേടനും അറിയുമെന്ന് എനിക്കറിയില്ല. സഖാവ് വേടന സ്വാഗതം എന്ന് പറഞ്ഞ എവിടെയോ ബോർഡ് വെച്ച നാട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കഞ്ചാവ് കേസ് എന്ന് പറയുന്നത്, കഞ്ചാവ് ഉപയോഗിച്ച വേടൻ തെറ്റ് ചെയ്തു, ആ തെറ്റ് അയാൾ അക്സെപ്റ്റ് ചെയ്തു, അയാൾക്കൊപ്പം ഒരു കൂട്ടം ആളുകൾ നിന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം അതല്ല ചിത്രയെ, വേടന്റെ കേസിലോ അല്ല, ഞാനത് പറയാം, വേടന്റെ കേസിലോ ആരുടെ കേസിലോ അല്ല ഞാൻ ചോദിക്കുന്നത്. ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം വേടൻ വീട്ടിൽ കൃഷി ചെയ്തതാണോ? അല്ല. അപ്പോൾ അത് ഇവിടെ കിട്ടിയതാണല്ലോ, അത് വലിയൊരു നെറ്റ്വർക്കിൽ കൂടെ കിട്ടിയതായിരിക്കുമല്ലോ. അപ്പോൾ ഈ കഞ്ചാവ് അതിർത്തി കടന്ന് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് തടയാൻ കഴിയാതെ പോയ സ്റ്റേറ്റ് അല്ലേ കുറ്റവാളി? അതൊക്കെ. പക്ഷെ ഞാൻ പറയണത് ഇപ്പോഴും ആ ആളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ മാനസികാവസ്ഥയാണ്. അതൊക്കെ നമ്മുടെ സിസ്റ്റത്തിന് സിമ്പിൾ ആയ ഒരു സാധനമാണെന്ന് 6 ഗ്രാം കഞ്ചാവ് എന്ന് പറയുന്നത്. ആ ചിന്താഗതിയിലൂടെയാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ 6 ഗ്രാം ആണെങ്കിലും ഇപ്പൊ 60 ഗ്രാം ആണെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, ആ കഞ്ചാവ് യൂസ് ചെയ്യുന്ന ആളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ അതിന് പറ്റുന്ന കുറെ ആൾക്കാർ ജനങ്ങളുടെ ഞാൻ പറയട്ടെ ചിത്ര, ഞാന് 17ാമത്തെ വയസ്സിൽ +2 കഴിഞ്ഞിട്ട് കോയമ്പത്തൂർ പോയി. ഈ സമയത്താണ് ഞാൻ ഈ കഞ്ചാവ് ആദ്യമായിട്ട് കാണുന്നത്. 17 വയസ്സ് വരെ നമ്മുടെ നാട്ടിലൊന്നും ഇതൊന്നും കണ്ടില്ല. പക്ഷെ ഇന്ന് എൻ്റെ നാട്ടിലെ 13ഉം 12ഉം വയസ്സുള്ള പിള്ളേർ വരെ ഇത് കണ്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിലൊരു ഡോക്ടറെ അടുത്ത് ഞാൻ ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞാണ്, ഇത് നിങ്ങളുടെ നാട്ടിലെ പല വീടുകളിലും പ്രശ്നങ്ങളാണ് കേട്ടോ, ഇവരൊക്കെ രഹസ്യമായിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ടെന്ന്, കൺസൾട്ടിങ് മക്കൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, രഹസ്യമൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലഘട്ടം മാറുമ്പോൾ നിരോധിക്കപ്പെട്ടൊരു സാധനം എല്ലായിടത്തും രഹസ്യമായി കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ കുറ്റക്കാരൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ. പക്ഷെ അത് ഞാൻ പറഞ്ഞത് ആ ഒരു സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അവര് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തോണ്ടേയിരിക്കും. അതായത് ഞാൻ പറഞ്ഞ കാരണം മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഞാൻ ഒരു ഉദാഹരണമാണ്. വേടൻ മാറിയപ്പോ സപ്പോർട്ട് ചിത്ര ചിന്തിക്കൂ, സിമ്പിളായിട്ട് ഞാൻ പറയാം. അയാളൊരു കലാകാരനാണെന്ന് ചിത്ര അതൊന്നുമല്ല, അതുകൊണ്ടൊന്നും അല്ല ചിത്രയെ. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാൻ എന്റെ പഴയ കാലം എടുക്കും. എന്റെ 17ാമത്തെ വയസ്സ് വരെ, +2 പഠിക്കുന്ന കാലം വരെ കഞ്ചാവ് കേസിൽ പ്രതിയായി വേടൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര കുറ്റമാണ്, വേടം മോശമാണ് ചെയ്തതെന്ന് പറഞ്ഞേ. ഈ 17ാമത്തെ വയസ്സ് ഞാൻ കോയമ്പത്തൂർ പഠിക്കാൻ പോയപ്പോൾ ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം അവിടെ പഠിക്കുന്ന കുട്ടികളും എല്ലാവരും സുലഭമായി കിട്ടുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വേടനെ കഞ്ചാവുമായിട്ട് പിടിച്ചാൽ നമ്മൾ എന്താ പറയും, അതൊക്കെ എന്തോടെ ജാമ്യം കിട്ടുന്ന കേസല്ലേ, നിസ്സാരമായി മാറി. അങ്ങനെ ഒരു തലമുറ, അങ്ങനെ ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ കള്ളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവിടെ മദ്യം കൊടുക്കുന്നതാണ്. ഇപ്പൊ മദ്യം കുടിച്ചിട്ട് നമ്മൾ ആരും എക്സ്ട്രീം ആവുകയോ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. ഒക്കേഷണലി നമ്മളൊക്കെ മദ്യപിക്കുന്ന ആൾക്കാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ മദ്യപിച്ച് ഭയങ്കരമായിട്ട് ലെക്ക് കേട്ട് ഒരാളെ ഉപദ്രവിക്കുകയാണെന്ന് വിചാരിക്കട്ടെ, സപ്പോർട്ട് ചെയ്യോ രോഹിത്? ചെയ്യില്ല. അത് ഇവിടെ സിസ്റ്റത്തിലുള്ളതാണല്ലോ.
ഈ സിസ്റ്റത്തിൽ ഇല്ലാത്തത് ഇങ്ങനെ കാണിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതൊരു കഞ്ചാവ് ആവുമ്പോഴേക്കും സിസ്റ്റത്തിൽ ഇല്ല. നമ്മുടെ ഇതിനകത്ത് നമ്മൾ കഞ്ചാവിന് ഒരിക്കലും നമ്മൾ സിസ്റ്റത്തിൽ കൊണ്ടുവന്ന് അവിടെ എല്ലാവരും കഞ്ചാവ് യൂസ് ചെയ്തോ, കുറച്ചാണെങ്കിലും യൂസ് ചെയ്തോ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളെ പറ്റി നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതെനിക്ക് ഒരു തെറ്റായിട്ടാണ് തോന്നുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും കഞ്ചാവ് കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാളെ സപ്പോർട്ട് ചെയ്തത് തെറ്റാണ്. ഞാൻ പറയുന്നില്ല, തെറ്റല്ലെന്ന് പറയുന്നില്ല. ആളുകളുടെ മാനസ്ഥിതി ഇത് സാധാരണ കേസായി മാറിയത് കൊണ്ട് ഞാൻ പറയാം. ഇപ്പം കായംകുളം MLA യുടെ മകനെ കഞ്ചാവ് കേസ്, ആ പയ്യനെ വിട്ടു, കേസിൽ നിന്ന് ഒഴിവാക്കി. ആ പയ്യനെ ഞാൻ കുറ്റക്കാരനാണെന്ന് പറയുന്നില്ല, കാരണം നിയമം കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞെങ്കിൽ അല്ല. പക്ഷെ ആ സമയത്ത് അദ്ദേഹം കുറ്റാരോപിതനായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ന്യായീകരിക്കാനെത്തിയ ഒരാളുടെ പേര് സജി ചെറിയാണെന്ന കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് ഫിഷറീസ് വകുപ്പ് മന്ത്രിയാണ് നേരിട്ടെത്തി ന്യായീകരിച്ചത്. ഇപ്പൊ അദ്ദേഹത്തെ നിയമം പറയുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ അംഗീകരിക്കുന്നു, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ അംഗീകരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും പ്രിയപ്പെട്ട ആളുകളെ ന്യായീകരിക്കാൻ ഓരോ കാരണങ്ങളും കൊണ്ട് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോ പല താരങ്ങളും ഇപ്പോ എക്സൈസ് വകുപ്പ് ഭയങ്കരമായിട്ട് ഇതിനെതിരെ രംഗത്തിറങ്ങി. അപ്പോൾ അതോടുകൂടി പല ആളുകളും മാറാൻ ശ്രമിച്ചു. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കേസ് തന്നെ എടുക്കൂ. ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് മരണപ്പെട്ടു. ഈ സമയത്ത് പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. എങ്കിലും അദ്ദേഹം ഒരു പരിവർത്തനത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പിടി വീഴും എന്നുറപ്പ്? ഈ ഭയം, ഈ നിരോധിത ലഹരി ഉപയോഗിക്കപ്പെട്ടാൽ നമ്മുടെ സ്റ്റേറ്റ് കൃത്യമായി ഏത് കൊലകൊമ്പനായാലും പിടിക്കുമെന്നൊരു ഭയമുണ്ടെങ്കിൽ ആളുകൾ ഇത് ഉപയോഗിക്കാതിരുന്നേനെ. ആ ഭയം യൂസ് ചെയ്തു. അല്ലെങ്കിൽ ഇടതുപക്ഷം വേടനെ ഇതൊരു പ്ലാൻഡ് ആക്കി ഒരു നാടകം പോലെ ഇത് ചെയ്തു, അതിനൊരു എൻഡ് കൊടുത്തു എന്നുള്ള രീതിയിലാണ് എനിക്ക് ഇപ്പം വേടനെ സപ്പോർട്ട് ചെയ്തതൊക്കെ ഇതൊക്കെ. പക്ഷേ ഇതിന് ശേഷം ഈ പിടിച്ചതിന് ശേഷം നടന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇപ്പൊ രോഹിത്തേട്ടൻ പറഞ്ഞതിനകത്ത് എനിക്ക് ഇപ്പൊ തോന്നിയതാ. മേ ബി അങ്ങനെ ചിന്തിച്ചാൽ ചിന്തിക്കുന്നവർക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അത് രേഖകളില്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞു, ഞാൻ ഈ കേസിനെ പറ്റി ഒരുപാട് അങ്ങ് പഠിച്ചിട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം താഴെ മാധ്യമങ്ങൾ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ അറിയാമായിരിക്കാം. അപ്പം മേ ബി ഇടതുപക്ഷത്തിൽ ആരെങ്കിലും അല്ലെങ്കിൽ ആ ഒരു സ്പൈയോ കാര്യങ്ങളോ അത് നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല. എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവരെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നുള്ളത്.